Hello everyone, welcome to GeoDIA's Current Affairs Top Line. I am Sukanya sir, and GeoDIAS has launched CCM batch targeting 2027 Civil Service Examination only for ₹1000 per month. 2 years one time payment ചെയ്യുന്നവർക്ക് 5000 രൂപയ്ക്ക് 2 വർഷത്തെ ക്ലാസും സബ്സ്ക്രിപ്ഷനും ലഭിക്കുന്നതായിരിക്കും. So join now for quality contents at affordable rates. Okay, let's start our session for today. The Union Minister for Road Transport and Highways advocated for India to move towards 100% ethanol blending. ഈ ethanol blending important ആയുള്ള ടോപ്പിക് ആണ്. ഞാൻ important ആണെന്ന് പറയുമ്പോൾ അതിനർത്ഥം അത് previously recurring ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ നിന്ന്. ഫോർ എക്സാമ്പിൾ ലോക്സഭാ സ്പീക്കർ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണ്? ലോക്സഭാ സ്പീക്കർ അപ്പോയിന്റ്മെന്റ് ആണ് ചോദിച്ചതെങ്കിൽ നെക്സ്റ്റ് ടൈം ചോദിക്കുന്നത് എന്തായിരിക്കും? റിമൂവൽ ആയിരിക്കും. അതല്ലെങ്കിൽ റിമൂവൽ പ്രോസസ് ഡ്യൂറിംഗ് റിമൂവൽ പ്രോസസ് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അതുപോലെ പ്രസിഡന്റ്, ലോക്സഭാ സ്പീക്കർ, വൈസ് പ്രസിഡന്റ് ഒക്കെ എപ്പോഴും റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. ഇപ്പോ ക്യാഗ് ആണ് ഒരിക്കൽ ചോദിക്കുന്നതെങ്കിൽ അടുത്ത തവണ അഡ്വക്കേറ്റ് ജനറൽ ആയിരിക്കും ചോദിക്കുക. അതിന്റെ അടുത്ത തവണ അറ്റോർണി ജനറൽ ആയിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മുടെ പ്രിപ്പറേഷനകത്ത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ടോപ്പിക്സ് ഒന്ന് വാസ്റ്റ് ആയിട്ട് ഒരു 3-4 ലെയർ വാസ്റ്റ് ആയിട്ട് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. കാര്യം എന്താണ് എന്ന് മാത്രം പഠിക്കാതെ കുറച്ച് ഒരു ഡെപ്തിലേക്കും വിഡ്ത്തിലേക്കും ആ ഒരു സബ്ജക്റ്റ് പോവുക. അപ്പോൾ എത്തനോൾ ബ്ലെൻഡിനെ കുറിച്ച് നേരത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 100% എത്തനോൾ ബ്ലെൻഡിങ് ആക്കണം എന്നാണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അഡ്വക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്വൈസ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് എത്തനോൾ ബ്ലെൻഡിങ്? എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ എത്തനോൾ? സോ ഇന്ത്യയിൽ ഇപ്പോൾ കറന്റ് 20% എത്തനോൾ ബ്ലെൻഡിങ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിൽ കൂടെ ഈ എത്തനോള് 20% കൂടെ ആഡ് ചെയ്തിട്ട് വരുന്ന ഫ്യൂവലാണ് നമ്മളിപ്പോൾ വണ്ടികളിൽ യൂസ് ചെയ്യുന്നത്. ഈ എത്തനോൾ ബ്ലെൻഡിങ്ങിന് അതിൻ്റെതായ എൻജിൻസ് ആവശ്യമാണ്. എല്ലാ വണ്ടികളിലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് അഡാപ്റ്റബിൾ ആയിട്ടുള്ള എൻജിൻസ് ഉള്ള വണ്ടികളിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റൂ. 10% എത്തനോൾ വലിയ കുഴപ്പമില്ല. 10% എത്തനോൾ ഓൾറെഡി ഇൻ പ്രാക്ടീസ് ഉണ്ട്. 20% എത്തനോൾ സെലക്റ്റീവ് ആണ്. കാര്യം ആ ഒരു 20%ലേക്ക് അഡാപ്റ്റീവ് ആയിട്ടുള്ള എൻജിൻസ് ഉള്ള വണ്ടികളിൽ മാത്രമേ, വെഹിക്കിൾസിന് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റൂ. ഈ 100% എത്തനോൾ എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം വലിയൊരു മാറ്റം ആ ഒരു വെഹിക്കിളിന്റെ എൻജിൻ ടെക്നോളജിയിൽ വരേണ്ടിയിരിക്കുന്നു. കാര്യം ഇത്രയും 100% എത്തനോളിൽ ഓടുന്ന വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു സിസ്റ്റം കംപ്ലീറ്റ് മാറ്റേണ്ടി വരും. സോ ഇന്ത്യ 100% എത്തനോൾ അതിലേക്ക് എത്താനായിട്ട് നമ്മൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും വി ആർ അറ്റ് 20%. ഇനി എന്താണ് എത്തനോൾ? എന്താണ് എത്തനോൾ ബ്ലെൻഡിങ്? എത്തനോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈഥൈൽ ആൽക്കഹോൾ ആണ്. എവിടെന്നാ ഉണ്ടാക്കുന്നത്? നമ്മുടെ ഈ ഷുഗർ കെയിൻസിൽ നിന്നും, അത് മാത്രമല്ല ഈ സർപ്ലസ് റൈസിൽ നിന്നും, മെയ്സിൽ നിന്നും, ഡാമേജ്ഡ് ഫുഡ് ഗ്രെയിൻസിൽ നിന്നും എല്ലാം നമുക്ക് എത്തനോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എത്തനോൾ മീൻസ് ഇറ്റ്സ് എ ബയോ ഫ്യൂവൽ. വെരി ഇമ്പോർട്ടൻറ്റ്, ബയോ ഫ്യൂവൽ. നമ്മുടെ ഈ കിട്ടുന്ന ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്യൂവൽ ആണ് എത്തനോൾ. നാച്ചുറലി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫെർമെന്റേഷൻ ഓഫ് ഷുഗേഴ്സ് ബൈ ഈസ്റ്റ്. ഈസ്റ്റ് നമ്മുടെ ഈ നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഷുഗേഴ്സ് പുളിപ്പിക്കില്ല, ആ ഒരു പ്രോസസ്സിലൂടെ ഉണ്ടാവുന്നതാണ് ഈഥൈൽ ആൽക്കഹോൾ. ഓർ വയ പെട്രോകെമിക്കൽ പ്രോസസ്സസ്. അപ്പോൾ പെട്രോകെമിക്കൽ പ്രോസസ്സ് വഴിയോ അല്ലെങ്കിൽ നാച്ചുറലി ഈ ഈസ്റ്റിന്റെ കൺവേർഷൻ വഴിയോ ഉണ്ടാവുന്നതാണ് ഈഥൈൽ ആൽക്കഹോൾ. ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് പ്രൈമറിലി ഡിറൈവ്ഡ് ഫ്രം ഷുഗർ കെയിൻ മൊലാസസ്. അപ്പോൾ ഷുഗർ കെയിൻ മൊലാസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പുളിപ്പിച്ച് വരുന്ന ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ആണ്. ആ ഒരു സ്റ്റേജിൽ നിന്നാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഇത്രയും ഇന്ത്യയിൽ കൂടാൻ കാരണവും ഈ ഒരു പ്രൈമറിലി ഈ ഒരു ഗോളും കൂടെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഇൻക്രീസിംഗ്ലി ഫ്രം മെയ്സ്, സർപ്ലസ് റൈസ് ആൻഡ് ഡാമേജ് ഫുഡ് ഗ്രെയിൻസ്. കൂടുതലും മെയ്സ്, സർപ്ലസ് റൈസ്, ഡാമേജ് ഫുഡ് ഗ്രെയിൻസ് എന്നൊക്കെ ഈ എത്തനോൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എത്തനോൾ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ എന്നുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഫീഡ് സ്റ്റോക്ക് യൂസ്ഡ് ആൻഡ് പ്രൊഡക്ഷൻ ടെക്നോളജി. അപ്പൊ എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, എന്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്ന അനുസരിച്ച് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ബ്ലെൻഡിങ്? ബ്ലെൻഡിങ് മീൻസ് ഈ ഒരു എത്തനോള് നമ്മുടെ മോട്ടോർ ഫ്യൂവലുമായിട്ട്, പർട്ടിക്കുലർലി പെട്രോളുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കൺസ്യൂം ചെയ്യുന്നതാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? കാര്യം മിഡിൽ ഈസ്റ്റിലോ ലൈക്ക് അറേബ്യൻ കൺട്രീസിലോ നമ്മുടെ ഹൈഡ്രോ കാർബൺ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും കൺട്രീസിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടായാൽ അത് ഉടനെ തന്നെ നമ്മുടെ എനർജി സെക്യൂരിറ്റിയെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇറാൻ അമേരിക്ക ക്രൈസിസ് വന്നപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ക്ലോസ് ചെയ്തു. ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ ഒരു പാചകവാതകം, ഫ്യൂവൽ ഉൾപ്പെടെ എല്ലാത്തിനും ഒരു കൺട്രോൾ വരുത്തേണ്ട ആവശ്യം വന്നു. അല്ലെങ്കിൽ കിട്ടാനില്ലാത്ത അവസ്ഥ, പാചകവാതകം കിട്ടാനില്ലാത്ത അവസ്ഥയിലോട്ടൊക്കെ
എത്തി. അപ്പൊ ഈ ഒരു എനർജി സെക്യൂരിറ്റി എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? നമുക്ക് നമ്മുടേതായ എനർജി സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ ഇക്കോണമി നമുക്ക് നിലനിർത്താനാവും. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ക്രൈസിസ് വന്നാൽ നമ്മളെ ബാധിക്കും. ഇപ്പോ റഷ്യ യുക്രൈൻ വാർ സമയത്ത് ഇന്ത്യയിൽ ഓയിൽ പ്രൈസ് കൂടി അല്ലേ? നമ്മൾ കൂടുതലും അവിടെ നിന്ന് ഓയിൽ ഡിപ്പെൻഡന്റ് അവിടത്തേക്കാണ്. നമ്മൾ റഷ്യ ഡിപ്പെൻഡന്റ് ആണ് ഈ ഓയിൽസിന് വേണ്ടിയിട്ട്. സെക്കൻഡ് തിങ്, ഈ ഇറാൻ അമേരിക്ക ഇഷ്യൂ വന്നപ്പോഴത്തേക്കും നമ്മുടെ പെട്രോളിയം, അത് മാത്രമല്ല കുക്കിംഗ് ഗ്യാസ് എല്ലാം അഫക്റ്റഡ് ആയി. ഇനി മിഡിൽ ഈസ്റ്റിൽ ഒത്തിരി കാലത്തേക്കൊന്നും പെട്രോള് ഹൈഡ്രോ കാർബൺ റിസർവ് ഇല്ല. അപ്പോൾ അത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ചൈന, ഇന്ത്യയാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ എനർജി സെക്യൂരിറ്റി അച്ചീവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ സെക്കൻഡ് സ്റ്റേജ് കടന്നിരിക്കുന്നു. അപ്പോൾ ഇനി താമസിക്കാതെ തന്നെ 400 വർഷത്തേക്ക് നമ്മുടെ തോറിയം യൂസ് ചെയ്ത് തന്നെ നമുക്ക് എനർജി ഇൻഡിപെൻഡന്റ് ആയിട്ട് മറ്റു രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് അതിൽ നിന്ന് എനർജി കണ്ടെത്താം എന്നൊരു പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്. എത്രത്തോളം അത് പ്രാവർത്തികമാവുമെന്ന് നമുക്ക് കണ്ടറിയണം. എന്നാലും ഈ റഷ്യക്ക് ശേഷം ഇന്ത്യ മാത്രമാണ് ഈ സെക്കൻഡ് സ്റ്റേജ് കടന്നിട്ടുള്ളത്. അത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ എക്സാം പെർസ്പെക്റ്റീവ്. ഇവിടെ പറയുന്നത് ethanol 10, ethanol 20, പെട്രോൾ ബ്ലെൻഡഡ് വിത്ത് 10%, 20% ethanol റെസ്പെക്റ്റീവ്ലി. അപ്പൊ ഈ 10 എന്ന് പറയുമ്പോൾ 10% ബ്ലെൻഡഡ് പെട്രോൾ ആണ്. ഈ 20 എന്ന് പറയുമ്പോൾ 20% ethanol ബ്ലെൻഡഡ് പെട്രോൾ ആണ്. സോ ഈ 100 മീൻസ് പ്യുവർ എത്തനോൾ ആസ് ഫ്യൂവൽ. എത്തനോൾ മാത്രം ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് 100%. അത് ബ്രസീലിലൊക്കെ ഈ ഒരു ടെക്നോളജി ഉണ്ട്. പക്ഷെ their motor engines are also adapted to this type of fuel. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ടെക്നോളജി ആക്ച്വലി അതിന്റെ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ്. ഈ ഒരു 20% ബ്ലെൻഡിങ് വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ എത്തനോൾ ബ്ലെൻഡിങ് 20% ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഒരു നെറ്റ് റിഡക്ഷൻ ഓഫ് അപ്രോക്സിമേറ്റ്ലി 832 lakh മെട്രിക് ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ. അപ്പൊ നമ്മൾ 2070 കൂടി നെറ്റ് സീറോ എമിറ്റേഴ്സ് ആകാൻ പോവാണല്ലേ. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ആയിക്കോട്ടെ, വിൻഡ്മിൽസ് ആയിക്കോട്ടെ, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ആയിക്കോട്ടെ, ഇതുപോലുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിക്കോട്ടെ, അതുപോലുള്ള കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം, പദ്ധതികളും സ്കീംസും എല്ലാം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നെറ്റ് സീറോ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2070 കേട്ടോ. അപ്പോൾ പല ഓപ്ഷൻസിലും കണ്ടിട്ടുണ്ട് 2050 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക 2070 നെറ്റ് സീറോ എമിഷൻ ടാർഗറ്റ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് എമിഷൻ E20 ആയതോടുകൂടി തന്നെ 832 lakh മെട്രിക് ടൺ കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറയ്ക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. മൂവിംഗ് ടു E30 or E100 will further align with India's Panchamrit goal of reaching net zero emission by 2070. ഈ ലാസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ പഞ്ചാമൃത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലേ? അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയാം. ഈ ഒരു ഇനി 30% അല്ലെങ്കിൽ 100% ബ്ലെൻഡിങ്ങോട് കൂടി ഇന്ത്യയുടെ പഞ്ചാമൃത് ഗോളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നെറ്റ് സീറോ എമിഷനിൽ എത്താൻ ഈ ഒരു എത്തനോൾ ബ്ലെൻഡിങ് 30% or 100% ബ്ലെൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. വേസ്റ്റ് വെൽത്ത്. എന്താണ് വേസ്റ്റ് വെൽത്ത്? ഇപ്പോൾ വേസ്റ്റ് വെൽത്ത് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഉണ്ട് അല്ലെ. നമുക്ക് ഈ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും റീയൂസ് ചെയ്യുന്നതാണ് വേസ്റ്റ് വെൽത്ത്. ഒരു തരത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ സെക്കൻഡ് സ്റ്റേജ് കടക്കുമ്പോൾ അവിടെയും ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതിനെയാണ് വീണ്ടും ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. ഈ പറയുന്ന പ്ലൂട്ടോണിയം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ് വീണ്ടും ഫ്യൂവൽ ആയിട്ട് അതിൽ റീയൂസ് ചെയ്യുന്നതും ആ ഒരു ചെയിൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതിനെ വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയാൽ അതിനെയാണ് വേസ്റ്റ് ടു വെൽത്ത് എന്ന് പറയുന്നത്. പല കൺട്രീസും വേസ്റ്റ് വെൽത്തിലൂടെ സർക്കുലർ എക്കണോമി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സർക്കുലർ എക്കണോമി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ, ഇത് മെയിൻസിന് നല്ലൊരു പോയിന്റ് ആണ്. സർക്കുലർ എക്കണോമി ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ റോ മെറ്റീരിയൽസിന് മേലുള്ള പ്രഷർ കുറയും. അതുപോലെ തന്നെ നമ്മുടെ ഈ കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറയും. കാര്യം പുതിയ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് പ്രോസസ് ചെയ്ത് അത് വീണ്ടും ഒരു ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന കാർബൺ ഫുട് പ്രിന്റിനേക്കാളും വളരെ കുറവായിരിക്കും സർക്കുലർ എക്കണോമിയിൽ ഉണ്ടാവുന്നത്. പ്രിലിംസിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വേസ്റ്റ് വെൽത്ത് ചെയ്യുമ്പോൾ സർക്കുലർ എക്കണോമി ടൈമിൽ നമുക്ക് കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാനാകും, പുതിയ റോ മെറ്റീരിയൽസ് കൊണ്ടുവരാത്തത് കാരണം അത്രയും കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറയ്ക്കാനാകും. അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടിട്ടുണ്ട്. സോ വേസ്റ്റ് വെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഏതൊരു വിഡ്ത്തിലും ഏതൊരു ഡെപ്തിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ സർക്കുലർ എക്കണോമി എന്ന വാക്കും ശ്രദ്ധിക്കുക. എന്താണ് സർക്കുലർ എക്കണോമി? നമ്മുടെ ഇപ്പോൾ അലുമിനിയം ഫാക്ടറി ഒക്കെ കണ്ടിട്ടില്ലേ? ഈ പഴയ അലുമിനിയം കുക്കേഴ്സ് ഒക്കെ എടുത്തിട്ട് അവർ അത് റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് വീണ്ടും പുതിയ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സർക്കുലർ എക്കണോമി എമിഷൻ, കാർബൺ ഡയോക്സൈഡ് എമിഷൻ അല്ലെങ്കിൽ മറ്റ് ഗ്യാസസ് GHG എമിഷൻസ് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് ഇങ്ങനെ എത്തനോൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബൈ പ്രൊഡക്റ്റ് ഈ കാലിത്തീറ്റയായിട്ടൊക്കെ യൂസ് ചെയ്യാം, കാറ്റിൽ ഫീഡർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം എന്നാണ്.